ഹലോ ഗൈസ്. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്തായിട്ടാ? കുസൃതി ചോദ്യം റിഡ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ഇവരടുത്ത് രണ്ടുപേരെടുത്ത് ചോദിക്കും. അപ്പോൾ 10 ക്വസ്റ്റ്യന് ആൻസർ അറിയുന്നവർ പഴയ ഗെയിം പോലെ തന്നെ കൈവെക്കുക, ആൻസർ അറിയാം. മനസ്സിലായി? അറിയാത്തവരും മിണ്ടാതിരിക്കുക കേട്ടോ. കൈ പൊക്കി ആൻസർ പറയണം, ആലോചിക്കാനുള്ള സമയമില്ല. സ്ട്രിക്റ്റ് ആയിന്. കൈ പൊക്കിയിട്ട് ആൻസർ പറയാതിരിക്കരുത്. ലോജിക്കായിട്ട് ചിന്തിക്കണം. ക്ലൂ ചോദിക്കണം. പക്ഷെ ക്ലൂ എനിക്ക് ചിലപ്പോൾ തരാൻ പറ്റുന്നൊന്നും വരില്ല കേട്ടോ. ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. ബിഗ് ബോസിന് ആര് പറഞ്ഞ അറിയില്ല. പറ, കൈ പൊക്കി ആൻസർ പറയണം. പറ. അറിയില്ല. ഉത്തരം ശബ്ദം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കട്ടെ. അടുക്കളയിൽ കാണപ്പെടുന്ന 3 രോഗം. അടുക്കളയിൽ കാണപ്പെടുന്ന 3 രോഗം. ഷുഗർ, പ്രഷർ. ഞാൻ പറയട്ടോ. പ്രഷർ ഉണ്ടാവും. കുക്കറിൽ പ്രഷർ ഇല്ലേ? ഞാൻ പറയും. മൂന്നാമത്തെ അവൾക്ക് കിട്ടി. മൂന്നാമത്തെ ഗ്യാസ്. ലക്ഷ്മി എന്നെ മുന്നേറിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഇരുന്നോ. ലക്ഷ്മിക്ക് ഒരു പോയിന്റ് ആയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറയൂ. പറയാം. ഇത് നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കണ്ണ്. കണ്ണ് നിങ്ങൾക്ക് ക്യാമറ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വായു, കാറ്റ്. അതൊരു പ്രാക്ടിക്കബിൾ ആൻസർ ആണ്, പക്ഷെ ഇതിലുള്ള ആൻസർ അതല്ല. എങ്ങനെയാ? 100 ക്വസ്റ്റ്യൻ പറ. നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, പറ്റില്ല. കാണാൻ പറ്റുന്നില്ല. കാറ്റ്. അതവള് പറഞ്ഞു. നീ എല്ലാതും കാറ്റ് വരെ. ചിരിക്കണോ കരയണോ? കുറച്ച് ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചർ. ബുദ്ധിക്കുള്ള ക്വസ്റ്റ്യനാണ് ഇത്. നടക്കില്ല. ബുദ്ധിയില്ലാത്ത ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഗൂഗിൾ തന്നെ ചതിച്ചതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴും ഉപ്പിലിടുന്നത് എന്ത്? ഉപ്പിലിടുന്നത് മാങ്ങ. നീ എപ്പോഴും ഉപ്പിലോട്ട് വയ്ക്കുക. ഉപ്പിലിടുന്നത് അറിയില്ല. സ്പൂൺ. സ്പൂണിനെങ്കിൽ ഉപ്പിടുക്കാൻ പറ്റുമോ? പുറത്തുനിന്നുള്ള കൗണ്ടേഴ്സ് ഇവിടെ വാലിഡ് അല്ല. ഞാനല്ല ഫോണുള്ള. എത്ര തന്നെയോ? എത്ര ക്വസ്റ്റ്യൻസ് ആയി? ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 4ാമത്തെ കഴിഞ്ഞു പോകുന്നു. ഞാൻ ആരുടെ എണ്ണം പറഞ്ഞു? 4ാമത്തെ കഴിഞ്ഞ് 5ാമത്തെ ക്വസ്റ്റ്യൻ. പേനയുമായി നടക്കുന്ന ജീവി. കൈ വയ്ക്കായിരുന്ന ചരിത്ര നിമിഷം. ലക്ഷ്മിക്ക് 1, പരസ്യക്ക് 1. ഇത് ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. വരനും വധുവും ആദ്യമായി കഴിക്കുന്നത് എന്ത്? കല്യാണം. ഇന്ന് പർസി സ്കോർ ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആണെങ്കിൽ നീ എന്തൊക്കെ
ആ ഓക്കെ ഇവൾക്ക് ടഫ് ക്വസ്റ്റ്യൻ. ശരി. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇപ്പൊ എത്രാമത്തെ? ഏഴാമത്തെ അല്ലേ? ഇല്ല, ഏഴല്ല, ആറാമത്തെ. ആറാമത്തെ. ഒരു വിളക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം. വളം. കോവളം അല്ലേ? കോവളം. കോവളം ബീച്ച്. കോവളം ബീച്ച്. 2 1. 2 കൊല്ലോ. പിന്നെ കഷ്ടപ്പെട്ട ആദ്യമായി കുറച്ച് മാർക്ക് ഉണ്ടാക്കിയതിന്റെ സന്തോഷത്തിലാണ് കുറച്ചുകൂടി. നെക്സ്റ്റ്, കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നത്. ഉള്ളി. അല്ല, ഇല്ല, കരഞ്ഞുണ്ടാ? അയാളാണ് കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നത്, സ്വന്തമായിട്ട് കരയും. ജോലി. ഒരു മനുഷ്യനാണോ? അല്ല, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം. ക്ലോക്ക് എവിടെ കരിയ? അലാറം അടിക്കുമ്പോ കരയില്ല. അല്ല, അതല്ല. മീൻസ് ഇതിങ്ങനെ ഒലിക്കും. കണ്ണി കൂടെ വളം വരുമോ? ഐലൈനറാ? കൺമഷി. എന്ന് ഉത്തരം പറയാൻ കൈപൊക്കിയിട്ട് വേണം പറയാൻ. കൺമഷി. അല്ല, ഇതെന്താ അത് നിങ്ങൾക്ക് തോന്നിയത് വിളിച്ചു പറയേ. 2 ചാൻസ് കേട്ടോ. ഒരാൾക്ക് നിങ്ങൾക്ക് ഐലൈനർ. പോയി. നീക്ക് ഇല്ല. അപ്പൊ ഓക്കെ, മെഴുകുതിരി. അടുത്തത് എത്രാമത്തെ? നമ്മൾ ആരും ഡ്രൈവ് ചെയ്യാത്ത റൂട്ട്. ബീട്രൂട്ട്. അങ്ങനെ ഫർസിക്ക് 4 മാർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എത്രാമത്തെ ക്വസ്റ്റ്യനാ? 9ാമത്തെ. 9ാമത്തെ. നിനക്ക് എത്ര? 9ാമത്തെ ക്വസ്റ്റ്യൻ. 3. മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും രഹസ്യമായി ചെയ്യുന്നത്. അതല്ല, ഫർസി രഹസ്യമായിട്ട് ചെയ്യണമെന്ന്. കൈ പൊക്കി പെട്ടെന്ന് ആൻസർ പറയണം. ഇത് ഞാൻ കൂടെ പറയുമ്പോഴേ പറഞ്ഞതാ. ലോജിക്ക് വെച്ച് ആലോചിക്ക്. രഹസ്യമായിട്ട് ചെയ്യണം. കിട്ടിയ ആൻസർ വിളിയാണ്. ഫോൺ യൂസ് ചെയ്ത് ഭാരതബന്ധോ? അതെ. ഇത് പുതിയ നൈസ് ഭാരതബന്ധാണ്. ഇവിടെ ആവശ്യമില്ലാത്ത ന്യൂസ് ഒക്കെ പ്രചരിപ്പിക്കും. അത് കട്ട്, ലൈൻ കട്ട്. ആ പറ. പ്രായപൂർത്തിയായ പെൺകുട്ടികളും ആൺകുട്ടികളും രഹസ്യമായി ചെയ്യുന്നത്. വയസ്സ്. രഹസ്യം ചെയ്യുന്ന കാര്യം. ചെയ്യുന്നതോ? ഇത്ര കോൺഫിഡൻസ് ആയിട്ടല്ലേ പൊട്ടപ്പനെ വെച്ചറിയാം. വയസ്സല്ലേ? 2 ചാൻസ് കഴിഞ്ഞു കേട്ടോ. ഞാൻ വയസ്സിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പ് അവള് എന്താ പറയാ, എന്താ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 3 ചാൻസ് ഉള്ളൂ. ഒരു ചാൻസ് പറഞ്ഞില്ല, കൈ നോക്കിയുള്ളൂ. ഒരു ചാൻസ് അപ്പോഴേക്കും തടുത്തു. നീ പറ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ കോമഡി ഇരിക്കും. ബോട്ട്. ഓ, വോട്ട് കോട്ട്. ഇത് ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്. അവള് കാണണ്ടേന്ന്. കയറുമ്പോ സ്ഥാനക്കയറ്റം കിട്ടുന്ന ജോലി. കയറുമ്പോ സ്ഥാനക്കയറ്റം കിട്ടുന്ന ജോലി. പ്രൊമോഷൻ കിട്ടുന്നത്. കൈ വെക്കില്ലേ? വേറെ ആൻസർ. കല്യാണമാണോ? അമ്മാവാ. അവള് കല്യാണം കഴിക്കുന്ന ഒരു ജോലിയായിട്ടോ ഫർസി കണ്ടിരിക്കുന്നത്. ഫർസീനെ കല്യാണം കഴിക്കുന്നത് ശ്രദ്ധിച്ചോ? ചിലവര് ചോദിക്കുമ്പോ എന്താ ഫ്യൂച്ചർ ജോബ് എന്നൊക്കെ ചോദിക്കുമ്പോ ചിലവര് അങ്ങനെ പറയാറ്. എന്ത്, ഞാനിപ്പോ ഭാര്യയാണ്, ഞാനിപ്പോ അമ്മയാണ്, എന്റെ ജോലി ഞാനൊരു അമ്മയാണ്, ഞാൻ പ്രഗ്നന്റ് ആണ്. ശരി, ഞാൻ വേറെ ഫർസിയുടെ പുതിയൊരു റീൽസ് ആയിരുന്നു കാണാതെ പോയത്. വേറെന്താ ആള് പറയൂ. പുതിയ പറയൂ. ജോബിന്റെ കാര്യമൊക്കെയാണ്. പ്രൊമോഷൻ കിട്ടുമോ? നമ്മുടെ പഴയ വ്ളോഗ് പോലെ അല്ല. നമുക്ക് ലക്ഷ്മി ഇപ്പൊ തോറ്റു തന്നു. ഫർസി ജയിച്ചു. എത്ര പോയിന്റ്? 4-5 പോയിട്ടുണ്ട്.
എന്നെയാണ് എന്നാലും ഫർസിയാണ് ജയിച്ചിരിക്കുന്നത്. നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഫർസിയുടെ പൊട്ടത്തരങ്ങൾ. അല്ലാണ്ട് ഗിഫ്റ്റ് ഒന്നും കിട്ടണില്ല. കിട്ടില്ല. ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്, ഞാൻ ഒരൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പറയണോക്ക്. സോ ഗൈസ്, ഫർസിയുടെയും ലക്ഷ്മിയുടെയും പൊട്ടത്തരങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഫർസി ഇന്ന് എന്താണോ സംഭവിച്ചത്, ഞാൻ ലക്ഷ്മിയുടെ എക്സ്പെക്ട് ചെയ്തത് തോറ്റുപോയി. അവൾക്ക് കുസൃതി ചോദ്യമൊന്നും പറ്റില്ല. ഇഷ്ടല്ല. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ബുദ്ധിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പണ്ടേ ഇഷ്ടമല്ല. നമുക്ക് കുറച്ച് സീരിയസ് ആവണം, നമ്മൾ ജനറൽ നോളേജ് കൊണ്ട് വരണം അല്ലേ? അതല്ലേ ഇവിടെ പറയുന്നത്. കൊണ്ടുവന്നാലോ അടുത്ത വ്ളോഗിൽ. അടുത്ത വ്ളോഗിൽ ഫർസീനും ലക്ഷ്മിയുടെയും കുറെ ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ ബൈ. ബൈ ഗൈസ്. വിന്നർ. യെസ് വിന്നർ. ടാറ്റാ. ബൈ.